ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ ഹോം. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ കഥാനായകൻ മാക്സിനെയാണ് നമ്മളെ കാണിക്കുന്നത്. മാക്സ് ഒരു ഗ്രാഫിറ്റി ആർട്ടിസ്റ്റ് ആണ്, അതായത് ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കലാകാരനാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കഥാനായകൻ വളർന്നതൊക്കെ ഒരു ഫോസ്റ്റർ ഹോമിലാണ്. അവന് അച്ഛനും അമ്മയൊന്നുമില്ല. മാക്സ് വളർന്ന അതേ വീട്ടിൽ തന്നെ 4-5 കുട്ടികൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തില് ലൂക്ക് എന്നൊരു ടീനേജ് പയ്യനുണ്ടായിരുന്നു. മാക്സും ലൂക്കും തമ്മില് രക്തബന്ധമില്ലെങ്കിലും അവർ തമ്മിലുള്ള റിലേഷൻ അത്രയും സ്ട്രോങ് ആയിരുന്നു. ചേട്ടനെ കാണാതെ മാക്സിന് പറ്റത്തില്ല. അതേപോലെ തന്നെ ലൂക്കിനും അനിയനെ ജീവൻ ായിരുന്നു. അങ്ങനെ തന്നെ നായകന്റെ കുട്ടിക്കാലത്തെ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മുന്നേ പറഞ്ഞിരുന്നില്ലേ മാക്സിന്റെ ചേട്ടനെ കുറിച്ച്? ലൂക്ക് ഇപ്പോ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പഠിക്കാനായിട്ട് തൊട്ടടുത്ത ടൗണിലേക്ക് പോവാണ്, അവിടെ നിന്ന് പഠിക്കാനായിട്ട്. ഇതറിഞ്ഞ് മാക്സ് ആകെ കരഞ്ഞ് തളർന്നു പോയി. അവന് ചേട്ടനില്ലാതെ പറ്റത്തില്ല. കൂടി വന്ന 1 മണിക്കൂർ. ഞാൻ അത്രയും ദൂരത്തല്ലേ, എനിക്ക് എപ്പോ വേണമെങ്കിലും നിന്നെ കാണാൻ വരാലോ. വീക്കെൻഡ്, സമ്മർ വെക്കേഷൻ, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിനക്ക് കത്തെഴുതാം കേട്ടോ. ലൂക്ക് എന്തൊക്കെയോ പറഞ്ഞ് അനിയനെ സമാധാനിപ്പിക്കുക. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മാക്സ് തന്റെ ഫോസ്റ്റർ പേരൻസിന്റെ കരച്ചിൽ കേട്ട് ഡാഡിയുടെയും മമ്മിയുടെ അടുത്തേക്ക് ചെന്നു. ലൂക്ക് പഠിക്കാനായിട്ട് കോളേജിലേക്ക് പോയിരുന്നില്ലേ? കോളേജിൽ എന്തോ പ്രശ്നം ഉണ്ടായി. അതിനെ തുടർന്ന് ലൂക്ക് സൂസൈഡ് ചെയ്തു. ഈ ഒരു കാര്യം കേട്ട് മാക്സ് ആകെ സങ്കടപ്പെട്ട് കരയുന്നു. ഈ ഒരു മുറിവ് അവനെ പിന്നീട് അങ്ങോട്ട് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. ദേഷ്യം, വാശി ഇതെല്ലാം തന്നെ കൂടി. പാരന്റ്സിനോടൊന്നും അവൻ നല്ല രീതിയിലൊന്നും പെരുമാറാറില്ല. അവരിൽ നിന്ന് അകലാൻ തുടങ്ങി. കാരണം ചേട്ടന്റെ ഫ്യൂണറൽ ചടങ്ങിന് പാരന്റ്സ് നായകനെ കൊണ്ടുപോയിരുന്നില്ല. അവൻ ആ ഒരു ദേഷ്യം പാരന്റ്സിനോടുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോ മാക്സ് ഇപ്പോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് അതിക്രമിച്ചു കയറി ചുമരില് ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ പോലീസ് ആ സ്പോട്ടിലെത്തി മാക്സിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മകനെ പോലീസ് പിടികൂടിയതറിഞ്ഞ് അവന്റെ ഡാഡി സ്റ്റേഷനിലെത്തി. ഇതാദ്യമായിട്ടല്ല മാക്സ് ഇല്ലീഗലായിട്ട് ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഊപ്പർ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സ്, എനിക്കറിയാം നീ ചേട്ടനെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. ഇതെല്ലാം തെറ്റാണ്. നീ നേരായ വഴിക്ക് നടക്കണം എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും മകനെ അദ്ദേഹം ജയിലിലേക്ക് പറഞ്ഞു വിടാൻ തയ്യാറല്ല. ജഡ്ജിന്റെ കയ്യും കാലും പിടിച്ചിട്ട് ശിക്ഷയിൽ ഇളവ് കിട്ടിയിട്ടുണ്ട്. മാക്സ് ജയിലിലൊന്നും കിടക്കണ്ട, പകരം ഒരു 4 മാസം ഒരു റിട്ടയർമെന്റ് ഹോമില് ജോലി ചെയ്യണം. അതായത് 4 മാസം ഒരു വൃദ്ധസദനത്തിലെ ആ പ്രായമായ ആളുകളെ നോക്കണം. ഇത് കേട്ട് മാക്സ് ആദ്യം സമ്മതിക്കില്ല. എന്ത് വൃദ്ധസദനത്തിലോ? ഞാനോ? മാക്സ് അതിന് തയ്യാറായില്ലെങ്കിൽ അവൻ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മാക്സ് അതിനെ സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ല. കുറച്ചു കഴിഞ്ഞ് മാക്സ് ആ റിട്ടയർമെന്റ് ഹോമിലേക്ക് പോകുന്നു. അതൊരു ഐസൊലേറ്റഡ് പ്ലേസ് ആണ്. ചുറ്റുവട്ടത്ത് മറ്റു താമസക്കാരൊന്നുമില്ല. അവിടെയുള്ള 2 സ്റ്റാഫ്, ജൂൺ ആൻഡ് ലീ, അവര് 2 പേരും നായകന് താമസിക്കാനുള്ള മുറിയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോ എങ്ങനെയാണോ ഇവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്നത്, അതുപോലെ തന്നെ ഡെയിലി നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം. ജൂൺ നായകനെ ഒരു മാസ്റ്റർ കീ കൊടുക്കുന്നുണ്ട്. ഈ ചാവി കൊണ്ട് തുറക്കാൻ പറ്റുന്ന മുറികളിലേക്ക് മാത്രമേ മാക്സ് പോകാവൂ. താഴെയുള്ള ബേസ്മെന്റിലേക്ക് പോവാൻ പാടില്ല. പ്രത്യേകിച്ച് 4ാമത്തെ നിലയിലേക്ക് പോവാനേ പാടില്ല. അവിടെ സ്പെഷ്യൽ കെയർ വേണ്ട പേഷ്യൻസ് ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ പരിസരത്തേക്ക് പോലും പോവരുത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെയുള്ള ഒരു മുറികളിലേക്കും ഓടിച്ചെന്ന് കയറരുത്. ഡോറ് നോക്ക് ചെയ്ത് ഹലോ ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം അകത്തേക്ക് ചെല്ലാൻ. അല്ലാതെ നേരെ മുറിയിലേക്ക് ഓടിക്കേറിയിട്ട് അല്ല ഞാൻ അറിയാതെ ചെയ്തതാ സോറി എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടല്ലോ. ഈ റൂൾസ് എല്ലാം കേട്ട് മാക്സ് ഓക്കെ പറയുന്നു. മാക്സ് അങ്ങനെ യാതൊരു മടിയില്ലാതെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ആദ്യം എല്ലാ മുറികളിലെയും വേസ്റ്റ് കളക്ട് ചെയ്യണം. അവൻ പരമാവധി അവിടെയുള്ളവരോട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവരാരും തന്നെ മാക്സിനെ കണ്ട ഭാവമില്ല. ആരും തന്നെ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാ കൂട്ടത്തിലെ നോർമ എന്നൊരു മുത്തശ്ശിക്ക് നമ്മുടെ മാക്സിനെ ഒത്തിരി ഇഷ്ടായി. ആ മുത്തശ്ശി മാത്രം അവനോട് സംസാരിക്കുന്നുണ്ട്. കാരണം മാക്സിനെ കാണാൻ ആ മുത്തശ്ശിയുടെ മകന്റെ അതേ മുഖച്ഛായിയാണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് പൂളിലെ കുളിച്ചോണ്ടിരുന്ന ഒരു മുത്തശ്ശിയുടെ തല മുറിഞ്ഞ് ബ്ലഡ് വരാൻ തുടങ്ങി. ചുറ്റും കൂടി നിന്നവര് അത് കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. ആരും തന്നെ ആ സ്ത്രീയെ സഹായിക്കുന്നില്ല കേട്ടോ. മാക്സിനും പിന്നെ എന്ത് ചെയ്യണോന്നറിയില്ല.
അവനും പിന്നെ ഓടിച്ചെന്ന് ആരെയും ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. വന്ന അന്ന് തന്നെ ഇവിടെ എന്തൊക്കെയോ ശരിയല്ല എന്ന് മാക്സിന് തോന്നി തുടങ്ങി. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയാ മതി. അവന് യാതൊരു സമാധാനവും ഇല്ലാതെ അന്ന് രാത്രി മാക്സ് ഉറങ്ങാനായിട്ട് കിടന്നു. അങ്ങനെ അർദ്ധരാത്രിയായതോടെ നായകന് മുകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആരോ തന്റെ പേര് വിളിച്ച് കരയുന്ന ശബ്ദം കേട്ട് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറന്നു. അവൻ സ്വപ്നത്തിൽ കണ്ടത് അവന്റെ ചേട്ടൻ എന്നെ സഹായിക്ക് എന്ന് പറഞ്ഞ് കരയുന്നതാണ്. അവൻ ഒന്നും തന്നെ മനസ്സിലാവാതെ തല പുകഞ്ഞിരിക്കുമ്പോ മുകളിലെ എയർവെന്റിൽ നിന്ന് ആരോ അലറിക്കരയുന്ന ശബ്ദം കേൾക്കാം. ആ ശബ്ദങ്ങൾ കേട്ട് അവൻ ഡോറിലേക്ക് നോക്കുമ്പോ റൂമിന്റെ ഡോറ് തനിയെ തുറന്നു കിടക്കാണ്. അവനത് ലോക്ക് ചെയ്തതായിരുന്നു. മാക്സ് പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ഡോറ് ലോക്ക് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ മാക്സിന്റെ ഡോറില് പടപടയെന്ന് ആരോ നോക്ക് ചെയ്തോണ്ടിരിക്കുക. മാക്സ് എണീക്ക്, എത്ര നേരമായി? അവൻ ഡോർ തുറന്നു നോക്കുമ്പോ അത് അവിടെ താമസിക്കുന്ന ഒരു മുത്തശ്ശനാണ്, പെരിലു. അയാളാണെങ്കില് പെട്ടെന്ന് തന്നെ നായകനെ പിടിച്ച് വലിച്ച് തൊട്ടടുത്ത മുറിയിലേക്ക് കൊണ്ടുപോവുക. അവിടെ പ്രായമായ ഒരാൾക്ക് ഹെൽപ്പ് വേണം. അവിടെ ആകെ ബഹളമാണ്. എല്ലാം ക്ലീൻ ചെയ്യണം, ഡൈപ്പർ മാറ്റണം, ചുമരൊക്കെ വൃത്തികേടാക്കി എന്നൊക്കെ പറഞ്ഞ്. അതിന് മാക്സ് പറയും, എനിക്ക് യൂണിഫോം ഒക്കെ മാറണം, ഗ്ലൗസ് ഒക്കെ വേണം. ലൂമുത്തശ്ശൻ അതൊന്നും തന്നെ കേൾക്കാൻ നിൽക്കാതെ നായകനെ പിടിച്ച് വലിച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് ചെന്നു. നോക്കുമ്പോ എന്താ, അത് മാക്സിന് വേണ്ടിയുള്ള വെൽക്കം പാർട്ടി ആയിരുന്നു. ഇന്നലെ രാവിലെ വന്നപ്പോ ആരും തന്നെ അവനെ മൈൻഡ് ചെയ്തിരുന്നില്ല, അവനോട് സംസാരിച്ചിരുന്നില്ല. ആ ഹോമിൽ താമസിക്കുന്ന എല്ലാവരും മാക്സിനെ വെൽക്കം ചെയ്യുന്നു, അവനെ പരിചയപ്പെടുന്നു. ഇതാണ് ഡോക്ടർ സാബിയാൻ. ഈ ഫെസിലിറ്റിയിലെ സ്പെഷ്യൽ ഡോക്ടറാണ്. ഡോക്ടർ സാബിയാന്റെ ഡാഡി പ്രായമായിട്ട് ആരും നോക്കാനില്ലാതെ തനിച്ചാണ് മരിച്ചത്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കാനാണ് ആ ഒരു കുറ്റബോധത്തിലാണ് ഡോക്ടർ ഈ ഹോം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോ ഡോക്ടർ നമ്മുടെ മാക്സിനോട് ഒരു കാര്യം പറയും, നിന്റെ കണ്ണുകൾ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഡോക്ടർ ഈ പറഞ്ഞത് കേട്ട് മാക്സ് ആകെ ഷോക്കായി. അവനൊത്തിരി സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. അന്ന് രാത്രി പതിവ് പോലെ തന്നെ നായകൻ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എണീക്കുന്നു. ഉറക്കം വരാതെ അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കുവാണ്. ഈ സമയം അവന് മുകളിലെ നിലയിൽ നിന്ന് ആരോ നിലവിളിച്ച് കരയുന്ന ശബ്ദങ്ങൾ കേൾക്കാം. ആരോ വളരെ വേദനയെടുത്ത് കരയുന്നത് പോലെ. അവൻ ആ കരച്ചിൽ കേട്ട് പേടിച്ചു നിൽക്കുന്ന നേരത്താണ് തൊട്ട് പിന്നിലെ നോർമ മുത്തശ്ശി അവനെ വന്ന് വിളിക്കുന്നത്. മാക്സ്, നീ ഈ നേരത്തെ ഇവിടെ എന്ത് ചെയ്യാ? അതിന് മാക്സ് പറയും, എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഇത് കേട്ട് നോർമ മുത്തശ്ശി അവനെ ആ സ്ത്രീയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരങ്ങനെ മുത്തശ്ശിയുടെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മാക്സ് മുത്തശ്ശിയുടെ മുറിയില് ചെറിയൊരു കളിപ്പാട്ടം ശ്രദ്ധിക്കുന്നത്. മരം കൊണ്ടുള്ള ഒരു കുട്ടിക്കപ്പ്. അത് കണ്ട് മാക്സ് ആകെ ക്യൂരിയസ് ആയി. ഞാനിത് ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതിന് നോർമ മുത്തശ്ശി പറയും, ഇതെന്റെ മരിച്ചുപോയ ഒരു ഫ്രണ്ടിന്റെയാണ്. എനിക്കിതുപോലെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. പിന്നെ മുത്തശ്ശിയുടെ മുറിയിലെ പകുതി കീറിപ്പോയൊരു പെയിന്റിങ് കാണാം. അത് മുത്തശ്ശിയുടെ മകൻ വരച്ചതായിരുന്നു. ഒരു ദിവസം മുത്തശ്ശിയും മകനും തമ്മില് എന്തൊക്കെയോ പറഞ്ഞ് വഴക്കായി ബഹളമായി. അങ്ങനെ ആ പെയിന്റിങ് കീറിപ്പോയി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോർമ മുത്തശ്ശിയുടെ മകൻ മരണപ്പെട്ടു. ശരിക്കും ആ മകനെ കാണാൻ നായകനെ പോലെ തന്നെയാണ്. രണ്ടുപേരും അന്ന് രാത്രി മുഴുവനും അവരുടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും സംസാരിക്കുന്നു. അവര് നല്ല സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. അടുത്ത ദിവസം നായകൻ 3rd ഫ്ലോർ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്ന് ഇന്നലെ രാത്രി കേട്ടതുപോലെ മുകളിൽ നിന്ന് നിലവിളിച്ച് കരയുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അവൻ ആ കരച്ചിൽ കേട്ടിട്ട് അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാനായിട്ട് കഴിഞ്ഞില്ല. മുകളിൽ എന്തെയും നടക്കുന്നതെന്നറിയാൻ റൂൾസ് എല്ലാം തെറ്റിച്ചുകൊണ്ട് മാക്സ് 4ാമത്തെ ഫ്ലോറിലേക്ക് ഓടി. അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ മുറികളും ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതൊന്നും തന്നെ തുറക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മുറി മാത്രം തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ആ മുറിയിലേക്ക് കയറി നോക്കുമ്പോ ആ മുറിയിലെ പ്രായമായ കുറച്ച് ആളുകള് വീൽ ചെയറിൽ ഇരിക്കുകയാണ്. പ്രോപ്പർ ആയിട്ടുള്ള കെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദേഹം മൊത്തം മുറിവും അഴുക്കും ആകെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. കണ്ണിൽ നിന്നെല്ലാം ബ്ലഡ് വരുന്നുണ്ട്. ഇതാണോ ആ ഹെഡ് നഴ്സ് പറഞ്ഞ സ്പെഷ്യൽ കെയർ? ഇവൻ ഈ ക്രൂരമായ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഈ സമയം വീൽ ചെയറിലിരിക്കുന്ന ഒരു മുത്തശ്ശൻ നമ്മുടെ മാക്സിനെ കണ്ടു. അവന് നേരെ വിരല് ചൂണ്ടി അലറി കരയാൻ തുടങ്ങി. അഗ്രസീവായി അവനെ ആക്രമിക്കാൻ നോക്കുക. മാക്സ് എങ്ങനെയൊക്കെയോ മുത്തശ്ശനെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കിയെങ്കിലും മുത്തശ്ശൻ അവനെ മാന്തി പറിച്ച് കടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഈ ബഹളങ്ങളൊക്കെ കേട്ട് ലീയും ജൂണും അങ്ങോട്ട് ഓടിയെത്തി. അവൻ 4ാമത്തെ ഫ്ലോറിലേക്ക് പോയതറിഞ്ഞ് ഡോക്ടർ സാബിയാൻ അവനെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ തകർത്തു കളഞ്ഞു. മാക്സ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് നിനക്കറിയാലോ. ഓക്കെ, കഴിഞ്ഞതെല്ലാം പോട്ടെ, അതെല്ലാം തന്നെ മറന്നേക്ക്. ഇനി ഒരു കാരണവശാലും മുകളിലേക്ക് പോവാനോ ഇവിടുത്തെ റൂൾസ് ബ്രേക്ക് ചെയ്യാനോ പാടില്ല. ഡോക്ടർ അവനെ വാൺ ചെയ്യുന്നുണ്ട്. മാക്സ് നോക്കുമ്പോ ആ ഹോമിലെ എല്ലാവരും ഒത്തിരി ഹാപ്പിയാണ്. പാട്ടും ഡാൻസും പാർട്ടിയും ഒക്കെ ആയിട്ട് അവര് ലൈഫ് വളരെ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. പക്ഷേ കുറച്ചു പേര് മാത്രം വേണ്ട കെയർ ഒന്നും കിട്ടാതെ 4th ഫ്ലോറില്. നായകനാകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുക. ഈ നേരത്താണ് നോർമ മുത്തശ്ശി അവന്റെ അടുത്തേക്ക് വരുന്നത്. ഇന്ന് രാവിലെ അവൻ 4th ഫ്ലോറിലേക്ക് പോയില്ലേ? മുത്തശ്ശി അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. മാക്സ് ആ മുറിയിൽ കണ്ട കാഴ്ച മുത്തശ്ശിയോട് പറയുന്നുണ്ട്.
ഒരു ഹൃദയത്തിന് മാത്രമേ മറ്റൊരു ഹൃദയത്തെ മനസ്സിലാക്കാൻ പറ്റൂ. നോർമ തന്റെ മകനോട് പറയുന്നത് പോലെ മാക്സിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നിനക്കതിലെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ആ മുറിയിലുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നീ അതിലൊന്നും തന്നെ തലയിടേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസം നായകൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്ന് പറഞ്ഞ് തല പുകഞ്ഞിരിക്കുക. ഇങ്ങോട്ടേക്ക് വന്നപ്പോ തൊട്ട് മാക്സ് ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. ഈ സമയം ലൂ മുത്തശ്ശൻ ഇവിടെ ഓക്സിജൻ ലെവല് വളരെ കുറവാണ്, അതുകൊണ്ടാണ് നിനക്ക് ഉറങ്ങാൻ പറ്റാത്തെ. നല്ല നല്ല കഥകൾ കേട്ട് നമുക്ക് നല്ല ഉറക്കം വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് മാക്സ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ നോർമ മുത്തശ്ശി ഡോക്ടറായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കുന്നു, ബഹളം വെക്കുന്നു. ഡോക്ടർ അവരെ സമാധാനിപ്പിച്ച് മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത് കണ്ട് മാക്സ് ആകെ കൺഫ്യൂസ് ആയി. അല്ല, എന്താ ഇവിടെ നടക്കുന്നേ? മുത്തശ്ശി ഓക്കെ അല്ലേ? എന്താ പ്രശ്നം എന്നറിയാൻ അവൻ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു. അപ്പോ മുത്തശ്ശിയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തില് പാർട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രത്യേകിച്ച് പ്രശ്നമുള്ളതായിട്ട് മാക്സിന് തോന്നിയില്ല. മാക്സ് ഉടനെ തന്നെ അവൻ വരച്ച ചിത്രം എടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തു. മുത്തശ്ശിയുടെ മകൻ അന്ന് ആ പെയിന്റിങ് വലിച്ചു കയറി കളഞ്ഞില്ലേ, അത് ഫില്ല് ചെയ്യാനായിട്ട്. അത് കണ്ട് മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷായി. ഇനിയും ആ സ്ത്രീക്ക് അവനോട് സത്യങ്ങള് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മുത്തശ്ശി അവനെ വാൺ ചെയ്യുന്നുണ്ട്. ഈ സ്ഥലം നീ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലതല്ല. നീ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോണം. മുത്തശ്ശി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അതുവഴി ഒരു സ്റ്റാഫ് പാസ് ചെയ്തു പോയി. ഒരുപക്ഷെ അവരീ സംസാരിച്ചിരുന്നത് ഡോക്ടറിന്റെ ആളുകൾ കേട്ടിരിക്കണം. അന്ന് രാത്രി നോർമ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നായകന് യാതൊരു സമാധാനവും ഇല്ല. മുത്തശ്ശി എന്തിനായിരിക്കും തന്നോട് രക്ഷപ്പെട്ടു പോവാൻ പറഞ്ഞത്? ഇതറിയാനായിട്ട് അവൻ അന്ന് രാത്രി തന്നെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നെങ്കിലും ആ ഹെഡ് നഴ്സ് അവനെ ആ മുറിയിലേക്ക് കയറാൻ സമ്മതിക്കില്ല. നോർമ മുത്തശ്ശിക്ക് തീരെ സുഖമില്ലാതിരിക്കുക. അവര് റെസ്റ്റ് എടുക്കാണ് എന്ന് പറഞ്ഞ് നായകനെ പറഞ്ഞു വിടും. പിറ്റേന്ന് രാവിലെ മാക്സ് പൂന്തോട്ടത്തിലെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ 4ാമത്തെ ഫ്ലോറിലെ അവനെ ഒരു പ്രായമായ ആള് കടിച്ചു പറിക്കാൻ ശ്രമിച്ചില്ലേ? ആ മുത്തശ്ശൻ തന്റെ വിരലെ കടിച്ചു മുറിച്ച് ആ ബ്ലഡ് കൊണ്ട് ഗ്ലാസ്സിൽ എന്തോ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അവനോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. അവൻ ആ ഗ്ലാസ്സിൽ എന്തേ എഴുതുന്നേന്നറിയാനായിട്ട് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന നേരത്താണ് നേരെ മുകളിൽ നിന്ന് നോർമ മുത്തശ്ശി താഴെ ഫെൻസിലേക്ക് വന്ന് വീഴുന്നത്. ആ സ്പോട്ടിൽ തന്നെ മുത്തശ്ശി മരണപ്പെട്ടു. ഈ കാഴ്ച കണ്ട് മാക്സ് അങ്ങനെ തരിച്ചു നിന്നുപോയി. ആ ഷോക്കില് അവനെ കൊണ്ട് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. പിന്നീട് പോലീസ് എത്തി ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഡോക്ടർ സാബിയാൻ നോർമ മുത്തശ്ശിയുടെ സൂസൈഡ് നോട്ട് പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട്. മുത്തശ്ശി മകന്റെ മരണത്തെ തുടർന്ന് ഒത്തിരി ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ എന്റെ മകന്റെ അടുത്തേക്ക് പോകുന്നു എന്നാണ് മുത്തശ്ശി ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്നു. കൂട്ടത്തിലെ ലൂ മുത്തശ്ശൻ ഒത്തിരി സങ്കടത്തിലാണ്. പുള്ളിക്കാരന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പോ മാക്സ് അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോർമ ആത്മഹത്യ ചെയ്യുമെന്ന്? അതിന് ലൂ മുത്തശ്ശൻ പറയുന്നത് എന്തോ എനിക്കറിയില്ല. അതിന് മാക്സ് ചോദിക്കും, ലൂ, നിങ്ങൾ അവസാനമായിട്ട് മുത്തശ്ശിയെ കണ്ടപ്പോ അവര് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇത് കേട്ടതോടെ ലൂ ആകെ സ്റ്റക്കായി. അയാൾക്ക് അതിന് എന്ത് മറുപടി പറയണോന്നറിയില്ല. അയാള് സീഷർ വന്നതുപോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ നോർമലായി. ഇതൊക്കെ കണ്ട് മാക്സിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ എന്താ പറ്റിയേ? നോർമ മുത്തശ്ശി തന്നോട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നു. അതിന്റെ പിറ്റേ ദിവസം മുത്തശ്ശി മരണപ്പെടുന്നു. മാക്സിന്റെ തലയൊക്കെ പെരുക്കാൻ തുടങ്ങി. അന്ന് രാത്രി മാക്സ് എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എണീക്കുന്നുണ്ട്. നോർമ മുത്തശ്ശി, അവന്റെ ചേട്ടൻ ലൂക്ക്, അവര് രണ്ടുപേരും മാക്സിനോട് ഹെൽപ്പ് ചോദിക്കുന്നത് പോലെ. അവനങ്ങനെ സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഡോറിനെ തൊട്ടായിട്ട് ഒരു UV ലൈറ്റ് കാണുന്നത്. അതാരായിരിക്കും ആ മുറിയിൽ കൊണ്ടുവച്ചത്? അവൻ ഡോറ് തുറന്നു നോക്കിയെങ്കിലും പുറത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവനങ്ങനെ ആ ലൈറ്റ് ഓണാക്കി തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ ബെഡിന് തൊട്ടു മുകളിലായിട്ട് ബ്ലഡ് കൊണ്ട് എന്തോ എഴുതി വെച്ചിരിക്കുന്നു, ഫൈൻഡ് ദ മാർക്ക്ഡ് വൺ. ഇത് കണ്ട് മാക്സിന് ഒന്നും തന്നെ മനസ്സിലായില്ല. എന്ത് കണ്ടെത്താൻ? ഇതൊക്കെ എന്താണ്? ആരെ ഈ ലൈറ്റ് ഇവിടെ കൊണ്ടുവച്ചത്? ശരിക്കും എന്താ ഇവിടെ ഈ നടക്കുന്നേ? നായകൻ നേരെ ആ ലൈറ്റുമായിട്ട് തൊട്ടടുത്ത് ലൂ മുത്തശ്ശന്റെ മുറിയിലേക്ക് ചെന്നു. പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലാണ്. അവൻ ആ മുറിയിലൊക്കെ ലൈറ്റ് അടിച്ചു നോക്കി, ലൂ മുത്തശ്ശനെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അവൻ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാക്സ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ലൂ മുത്തശ്ശന്റെ കഴുത്തിന് പിറകില് X എന്നൊരു മാർക്ക് കാണാം. ഈ ഒരു മാർക്കിനെ കുറിച്ചാണ് നായകന്റെ മുറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവൻ ആ ഹോമിലുള്ള എല്ലാവരുടെയും കഴുത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. എന്തോ മാക്സ് അടുത്തെത്തുമ്പോഴേക്കും എല്ലാവരും കഴുത്തിന് പിന്നിലെ മറച്ചു പിടിക്കുന്നുണ്ട്. അതിനർത്ഥം ലൂ മുത്തശ്ശന്റെ കഴുത്തിലുണ്ടായിരുന്ന അതേ മാർക്ക് അത് മറ്റുള്ളവരുടെ കഴുത്തിലും കാണണം അല്ലെ? അടുത്ത ദിവസം നായകൻ ആരും കാണാതെ നോർമ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശിക്ക് എന്താണ് പറ്റിയെന്ന് കണ്ടെത്താനായിട്ട് അവൻ ആ മുറിയിൽ തിരയുന്ന നേരത്താണ് ഹെഡ് നഴ്സായ ലീ അങ്ങോട്ട് വരുന്നത്. നീ ഇവിടെ എന്ത് ചെയ്യാ? നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞതല്ലേ ഇവിടുത്തെ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ലെന്ന്. മാക്സ് അയാളോട് മാപ്പ് പറയുന്നുണ്ട്. ഞാനിവിടെ അതിക്രമിച്ച് കയറിയതല്ല, നോർമ മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കാനായിട്ട് വന്നതാണ്. ഇത് കേട്ട് ലീക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഇത് നോക്ക്, നോർമയ്ക്ക് ഫാമിലി ഒന്നുമില്ല. അവരുടെ സാധനങ്ങളൊക്കെ ട്രാഷിലേക്ക് വലിച്ചെറിഞ്ഞു. അതൊക്കെ ബേസ്മെന്റിൽ കാണും. എന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ മാക്സ്, നീ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിക്കോ.
മാക്സ് അങ്ങനെ നേരെ ബേസ്മെന്റിലേക്ക് ചെന്ന് നോർമ മുത്തശ്ശിയുടെ സാധനങ്ങളൊക്കെ കണ്ടെത്തി. മാക്സ് വരച്ചു കൊടുത്ത പെയിന്റിങ്, പിന്നെ മുത്തശ്ശിയുടെ ഫ്രണ്ട് കൊടുത്ത ഒരു കുഞ്ഞു കപ്പ്, കൂട്ടത്തില് നോർമ മുത്തശ്ശിയുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിലെ അവസാന പേജില് ആ സ്ത്രീ മാക്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മാക്സിനെ രക്ഷിക്കണം, അവൻ അപകടത്തിലാണ്. എല്ലാ രാത്രികളിലും അവര് സൂചിയായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും, ഒരു നായയെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യും. ഇനി ഒരുപക്ഷെ അടുത്തത് ഞാനായിരിക്കാം, അല്ലെങ്കിൽ അടുത്തത് ലൂ ആയിരിക്കാം. ഞങ്ങളെ അവര് മാറ്റിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഡയറി വായിച്ചതോടുകൂടി മാക്സിനൊരു കാര്യം ഉറപ്പായി. നോർമ മുത്തശ്ശി പറഞ്ഞതുപോലെ ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. സത്യം പറയാൻ ശ്രമിച്ച് മുത്തശ്ശി മരണപ്പെട്ടു. ഇനി അടുത്തത് ലൂ മുത്തശ്ശനാണ്. അവൻ പെട്ടെന്ന് തന്നെ മുത്തശ്ശന്റെ മുറിയിലേക്ക് ഓടി. എന്നാൽ അവിടെ ചെല്ലുമ്പോ കാണുന്നത് മുത്തശ്ശൻ ആകെ വയലന്റായി എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ വിളിച്ചു പറയുന്നു. ഞാനാണ് കാരണം, നോർമയെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. മാക്സ്, നീ എന്നെ ഹെൽപ്പ് ചെയ്യ്, എന്നെ ശിക്ഷിക്ക്. ഇത് പറഞ്ഞ് ലൂ മുത്തശ്ശൻ തന്റെ പല്ലൊക്കെ പറിച്ചെടുക്കാൻ തുടങ്ങി. അവിടെ ചോര കളവായി. മാക്സ് പെട്ടെന്ന് തന്നെ ഒച്ച വെച്ച് ഹെൽപ്പിനായിട്ട് ആളെ വിളിച്ചുകൂട്ടി. അങ്ങനെ ഡോക്ടർ സാബിയാൻ ലൂ മുത്തശ്ശനെ ഹെൽപ്പ് ചെയ്യുന്നു. നായകന് ഇപ്പോഴും ഇവിടെ എന്തേയും നടക്കുന്നെന്ന യാതൊരു പിടുത്തവുമില്ല. ഉടനെ തന്നെ മാക്സ് ഈ ഒരു ഹോമിനെ കുറിച്ചും ഡോക്ടർ സാബിയാനെ കുറിച്ചും നെറ്റില് സെർച്ച് ചെയ്തു നോക്കി. ഡോക്ടർ സാബിയാൻ അറിയപ്പെടുന്ന ഒരു സർജനാണ്. ഒരുപാട് എക്സ്പെരിമെന്റും സർജറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മാക്സ് ഈ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ സ്ക്രീനിലെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരുന്നു. ഹാവ് യു സീൻ ദ ലൈറ്റ്? അതൊരു പ്രൈവറ്റ് ചാറ്റ് ആയിരുന്നു. അതായത് ഒരു സ്ട്രേഞ്ചർ ലേഡി മാക്സിനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു. അവനത് എന്താണെന്ന് വ്യക്തമല്ല. പെട്ടെന്ന് കണക്ഷൻ കട്ടായി. അപ്പൊ തന്നെ 4th ഫ്ലോറിൽ നിന്ന് നിലവിളിയും കരച്ചിലൊക്കെ കേൾക്കാൻ തുടങ്ങി. അടുത്ത ദിവസം നായകൻ ഹോമിലെ പല ഭാഗത്തായിട്ട് സ്പൈ ക്യാമറ ഫിക്സ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അവൻ ആ ക്യാമറ ഫിക്സ് ചെയ്യുന്ന നേരത്ത് അവന്റെ ലാപ്ടോപ്പില് ഇന്നലെ രാത്രി ചാറ്റ് ചെയ്തിരുന്ന ആ സ്ട്രേഞ്ചർ ലേഡിയില്ലേ, ആ സ്ത്രീ മാക്സിനെ അലേർട്ട് ചെയ്യുന്നുണ്ട്. മാക്സ്, ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്, ആ ക്യാമറയൊക്കെ എടുത്ത് മാറ്റി. അവൻ പെട്ടെന്ന് തന്നെ ക്യാമറയൊക്കെ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഡോർ തുറന്നു. അത് ഹെഡ് നഴ്സായ ജൂൺ ആയിരുന്നു. ഇത്ര നേരമായിട്ടും അവനെ മുറിക്ക് പുറത്തേക്ക് കണ്ടില്ലല്ലോ. അതുകൊണ്ട് അവനെ വിളിക്കാനായിട്ട് വന്നതാണ്. ആ നഴ്സ് പോയ ഉടനെ തന്നെ മാക്സ് ആ സ്ട്രേഞ്ചർ ലേഡിയോട് സംസാരിക്കുന്നുണ്ട്. തന്റെ മുറിയിലേക്ക് ആരോ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോ നിങ്ങൾ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതിന് ആ സ്ട്രേഞ്ചർ ലേഡി വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ല. നോർമ മുത്തശ്ശിയെ പോലെ തന്നെ പേടിച്ച് മാക്സിനോട് എന്തോ പറയാൻ ശ്രമിക്കുക. അവര് നോർമയെ കൊന്നു, ഇനി അടുത്തത് അത് നീയായിരിക്കാം. ഹെൽപ്പ് മീ, അവരെ സഹായിക്കി. അപ്പോഴേക്കും വീണ്ടും കണക്ഷൻ കട്ടായി. എന്തായാലും ഇവിടെ എന്തേയും നടക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൊന്നും പറഞ്ഞ് മാക്സ് ഹോമിന്റെ പല ഭാഗത്ത് സ്പൈ ക്യാമറ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അന്ന് രാത്രി മാക്സ് ഉറങ്ങാതെ ക്യാമറയിലെ വിഷ്വൽസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പാതിരാത്രി ആയതോടെ ജൂണും ലീയും ചേർന്ന് ഒരു പേഷ്യന്റിനെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോവുക. ഒപ്പം തന്നെ ഡോക്ടർ സാബിയാനും പിന്നെ ഹുഡിയൊക്കെ ധരിച്ച് ഡോഗുമായിട്ട് ഒരാളുണ്ട്. അവരെല്ലാവരും ആ പേഷ്യന്റിനെ കൊണ്ട് താഴെ ബേസ്മെന്റിലേക്ക് പോയി. ഇത് കണ്ട് മാക്സ് ഉടനെ തന്നെ താഴെ ബേസ്മെന്റിലേക്ക് ഓടി. പക്ഷേ ആ പേഷ്യന്റിനെ കൊണ്ടുപോയിരിക്കുന്ന ആ മുറിയിലേക്കുള്ള ഡോറ് അകത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവനെ ഒന്നും തന്നെ കാണാൻ വയ്യ. അതിനകത്തു നിന്ന് ആരോ അലറിക്കരയുന്ന ശബ്ദം കേൾക്കാം. ഇവനങ്ങനെ ആ ബേസ്മെന്റിനകത്ത് പതുങ്ങി നിൽക്കുന്നത് ആ ഹുഡി ധരിച്ച ആള് കാണുന്നുണ്ട്. പിന്നെ മാക്സ് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടാണ്. പിന്നാലെ ആ ഡോഗും ഹുഡി ധരിച്ച ആളും അവനെ ചേസ് ചെയ്യുന്നുണ്ട്. ഇവൻ എങ്ങനെയൊക്കെയോ ഒരു വിധത്തില് ഓടിപ്പടഞ്ഞ് മുറിയിലെത്തുമ്പോ അവന്റെ മുറിയില് അവനോട് പ്രൈവറ്റ് ആയിട്ട് ചാറ്റ് ചെയ്തിരുന്ന ആ സ്ട്രേഞ്ചർ ലേഡി, ഇവരുടെ പേരാണ് ഗ്രച്ചൻ. മാക്സ് ആ സ്ത്രീയെ കണ്ട് ആകെ ബഹളം വെക്കുന്നുണ്ട്. ഗ്രച്ചൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ഒരു റിട്ടയർമെന്റ് ഹോമിന് ഫണ്ട് ചെയ്യുന്നത് അത് ഗവൺമെന്റ് ആണ്. പല പല എക്സ്പെരിമെന്റുകളും മരുന്നുകളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് മൃഗങ്ങളിലല്ല, നോക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ പ്രായമായ ആളുകളെയാണ്. ഈ പരീക്ഷണങ്ങൾക്ക് ഒടുക്കം ഇവര് മരിച്ചു പോയാലും യാതൊരു പ്രശ്നവുമില്ല, കാരണം അവര് പ്രായമായ ആളുകളാണ്. ഇതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒരുപാട് റിട്ടയർമെന്റ് ഹോമില് പ്രായമായ ആളുകൾ നരകിച്ചോണ്ടിരിക്കുക, ക്രൂരമായിട്ട് മരിച്ചോണ്ടിരിക്കുക. ഇത് കേട്ട് മാക്സ് ചോദിക്കും, ഇതൊക്കെ ചോദ്യം ചെയ്യാനും കണ്ടെത്താനൊക്കെ നിങ്ങളാരാ? ഈ ഗ്രച്ചന്റെ ഡാഡി ഇപ്പോ 4th ഫ്ലോറിലാണ്. ഏതാണ്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് പുള്ളിക്കാരൻ ഇപ്പോ മരിക്കാറായ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഡാഡിയെ രക്ഷപ്പെടുത്താനാണ് ആ സ്ത്രീ മാക്സിനോട് ഹെൽപ്പ് ചോദിച്ചത്. ഇതില് ഗവൺമെന്റ് ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ പോലീസിനെ വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതിന് ആദ്യം വേണ്ടത് തെളിവുകളാണ്. ഈ പ്രായമായ ആളുകളെ രക്ഷിക്കാൻ അതിപ്പോ മാക്സിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഗ്രച്ചൻ കൂടുതലൊന്നും തന്നെ പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് മുറി തുറക്കുമ്പോ പെട്ടെന്ന് 4th ഫ്ലോറിലുണ്ടായിരുന്ന മുത്തശ്ശനില്ലേ, അന്ന് നായകനെ ആക്രമിക്കാൻ നോക്കിയില്ലേ, പുള്ളിക്കാരൻ ആ മുറിക്കകത്തേക്ക് കയറി വന്ന് ഒച്ചയും ബഹളമൊക്കെ വെച്ച് അവരെ രണ്ടുപേരെയും ആക്രമിക്കാൻ നോക്കുക. അങ്ങനെ പിടിവലിക്കൊടുവില് മാക്സിന്റെ തലയിടിച്ച് താഴേക്ക് വീണു. അവന്റെ ബോധം പോയി. പിന്നീട് പിറ്റേ ദിവസം നായകൻ കണ്ണു തുറന്നു നോക്കുമ്പോ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊന്നും തന്നെ മാക്സിന് ഓർമ്മയില്ല. അവൻ ആ ഹെഡ് നഴ്സിനോട് തനിക്ക് എന്താ പറ്റിയെന്ന് തിരക്കുന്നുണ്ട്. ആ ഹെഡ് നഴ്സ് അങ്ങനെ ഡോക്ടറെ വിളിക്കാൻ പോയ ഗ്യാപ്പില് നായകൻ പെട്ടെന്ന് തന്നെ ജനാല വഴി പുറത്തേക്ക് ചാടി ആ ഹോമിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവൻ അടുത്തുണ്ടായിരുന്ന
ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് പാരന്റ്സിനെ ഫോൺ ചെയ്യുന്നു. അവരും ആകെ പാനിക്കായി നായകനെ വന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അവൻ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും പാരന്റ്സിനോട് പറയുന്നില്ല. മാക്സ് അങ്ങനെ വീട്ടിലെത്തുമ്പോ അവന്റെ പാരന്റ്സ് മറ്റു 2 പെൺകുട്ടികളെ കൂടി അഡോപ്റ്റ് ചെയ്തിരുന്നു, ടെസ ആൻഡ് ജാക്കി. സത്യം പറഞ്ഞ അവന്റെ പാരന്റ്സിനെ കണ്ടപ്പോഴാണ് മാക്സിന് ശ്വാസം ഒന്ന് നേരെ വീണത്. മാക്സ് അങ്ങനെ മമ്മിയോട് സംസാരിക്കുന്ന സമയത്ത് മമ്മി ഒരു കാര്യം പറയും, ഒരു ഹൃദയത്തിന്റെ മറ്റൊരു ഹൃദയത്തെ മനസ്സിലാവൂ. ഈ ഒരു കാര്യം കേട്ട് മാക്സ് ഒന്ന് സ്റ്റക്കായി. മോം, നിങ്ങൾ എന്താ പറഞ്ഞേ? നോർമ മുത്തശ്ശി പറഞ്ഞ അതേ കാര്യമാണ് ഇപ്പൊ മാക്സിന്റെ മമ്മി പറഞ്ഞത്. അതിനെ മമ്മി പറയും, ഇതെന്റെ പഴയൊരു ഫ്രണ്ട് പറഞ്ഞതാണ്, അതാരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, നീ റെസ്റ്റ് എടുക്ക്, നീ ആ ഹോമിൽ നിന്ന് ചാടിപ്പോന്നതല്ലേ, ഞാനും ഡാഡിയും ചേർന്ന് ലോയറിനെ കാണട്ടെ എന്നും പറഞ്ഞ് ആ സ്ത്രീ മുറിയിൽ നിന്ന് പോയി. ഇപ്പോ മാക്സിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി. ആ ഹോമുമായിട്ട് അവന്റെ പാരന്റ്സിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവന്റെ ഡാഡിയും മമ്മിയും അങ്ങനെ ലോയറിനെ കാണാനായിട്ട് വീട്ടിൽ നിന്നിറങ്ങി. അവൻ പെട്ടെന്ന് തന്നെ താഴേക്കോടി സഹോദരിമാർക്ക് നോർമ മുത്തശ്ശിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ സ്ത്രീയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? മമ്മിയുടെ കൂടെ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട്? അതിനവര് പറയും, ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവനങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ വീട് മുഴുവനും അരിച്ചു പെറുക്കാൻ തുടങ്ങി. എന്നാ അവനെ കൊണ്ട് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ടെസ അവനോടൊരു രഹസ്യം പറയും. 2 മാസങ്ങൾക്ക് മുൻപ് ആ 2 പെൺകുട്ടികളും ഈ വീടിനുള്ളിലെ ഒരു രഹസ്യമുറി കണ്ടെത്തിയിരുന്നു. ഇപ്പോ മാക്സിന്റെ കയ്യിലുള്ള അതേപോലുള്ള ഒരു കപ്പ് ആ മുറിയിലെ ഒരുപാടുണ്ട്. ആ പെൺകുട്ടികള് മാക്സിന് ആ സീക്രട്ട് ഡോറ് കാണിച്ചു കൊടുക്കുന്നു. അതൊരു സാധാരണ മുറിയായിരുന്നില്ല, എന്തൊക്കെയോ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന മുറിയാണ്. കൂട്ടത്തിലെ അവന്റെ പേരൻസ് ആരാധിക്കുന്ന ദൈവത്തിന്റെ ശില കാണാം, ഡിയ. അതൊരു ഗ്രീക്ക് ദൈവമാണ്, യൗവനത്തിന്റെ ദൈവമാണ്. അതുമാത്രമല്ല, ആ മേശക്കടിയിലെ ഒരുപാട് ഫോട്ടോ ആൽബംസ് ഉണ്ടായിരുന്നു. മാക്സ് പെട്ടെന്ന് തന്നെ അതൊക്കെ എടുത്ത് മറച്ചു നോക്കി. അതില് 1997 ആൽബത്തിലെ ആ ഒരു റിട്ടയർമെന്റ് ഹോമിലുള്ള പ്രായമായ ആളുകളും അക്കൂട്ടത്തിലെ അവന്റെ ഫോസ്റ്റർ പേരൻസിനെയും കാണാം. അതിലെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല് 1997 മുതൽ 2025 വരെ അവരെ എല്ലാവരെയും കാണാൻ ഒരേപോലെയാണ്. അതായത് അവർക്ക് ആർക്കും തന്നെ പ്രായം കൂടുന്നില്ല. പിന്നെ മാക്സ് തകർന്നു പോകുന്ന ഒരു കാഴ്ച ആ ആൽബത്തിലുണ്ടായിരുന്നു. അവന്റെ ചേട്ടൻ ലൂക്ക് പഠിക്കാൻ കോളേജിലേക്ക് പോയി അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നല്ലേ അവന്റെ പേരൻസ് പറഞ്ഞത്. എന്നാൽ സത്യത്തില് ലൂക്കിനെ കൊണ്ടുപോയത് അതേ റിട്ടയർമെന്റ് ഹോമിലേക്കാണ്. അവൻ ഈ കാര്യങ്ങളൊക്കെ കണ്ട് ഒരു നിമിഷത്തേക്ക് തരിച്ചിരുന്നു പോയി. അവനെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ വയ്യ. ഉടനെ തന്നെ മാക്സ് തിരിച്ച് ആ റിട്ടയർമെന്റ് ഹോമിലേക്ക് ചെന്നു. 4th ഫ്ലോറിലെ ഡോറൊക്കെ തല്ലി തകർത്ത് അവൻ അകത്തേക്ക് കയറി. വന്ന അന്ന് തന്നെ അവനെ ഒരു മുത്തശ്ശൻ ആക്രമിക്കാൻ നോക്കിയില്ലേ, ആ മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇവിടെയാണ് ചിത്രത്തിലെ ഒരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ആ മുത്തശ്ശൻ മറ്റാരുമല്ല, അത് മാക്സിന്റെ ചേട്ടൻ ലൂക്കാണ്. ഒരുപക്ഷെ ലൂക്ക് തന്റെ അനിയനെ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പലതവണ അവനോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. രണ്ടുപേരും ഒത്തിരി ഇമോഷണലായി കരയുന്നു. മാക്സ് തന്റെ ടാറ്റു ചേട്ടനെ കാണിച്ചു കൊടുക്കുക. അവരുടെ ബന്ധം അത് രക്തത്തെക്കാൾ വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പോ സത്യത്തില് ഇവിടെ എന്താണ് ഈ നടക്കുന്നതെന്ന് മാക്സിന് വലിയ പിടുത്തൊന്നുമില്ല. അവൻ ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലൂക്കിനെ കൊണ്ട് ഒന്നും സംസാരിക്കാൻ വയ്യ. പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മാക്സിനെ കൊണ്ട് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. ചേട്ടൻ എന്താണ് ഈ പറയുന്നതെന്ന് അവനാകെ കൺഫ്യൂസ് ആയിട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഡോക്ടറിന്റെ ആളുകൾ എത്തി നായകനെ ഇഞ്ചക്ട് ചെയ്ത് ബോധം കെടുത്തി. പിന്നീട് ഒരുപാട് സമയത്തിന് ശേഷം അവൻ കണ്ണു തുറക്കുമ്പോ മാക്സിനെ ഒരു വീൽ ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. എങ്ങനെ 20 വർഷങ്ങൾക്ക് മുൻപ് അവന്റെ ചേട്ടൻ ലൂക്കിനെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ. ചുറ്റുപാടും ആ ഹോമിലെ ആളുകള് ഫുഡും മദ്യമൊക്കെ ആയി ആർത്ത് വിളിച്ചോണ്ടിരിക്കുക. കൂട്ടത്തിൽ തന്നെ അവന്റെ ഡാഡിയും മമ്മിയും ഉണ്ട്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് ലൂ മുത്തശ്ശൻ അവിടെ കൂടി നിന്ന എല്ലാവരെയും പ്രശംസിച്ച് സംസാരിക്കുക. കാരണം അവരെല്ലാവരും നായകന് മുന്നിൽ നന്നായിട്ട് ആക്ട് ചെയ്തു. അവനോട് പ്രൈവറ്റ് ചാറ്റിലൂടെ സംസാരിച്ചിരുന്ന ഗ്രച്ചൻ എന്ന ലേഡി ഡോക്ടർ സാബി എന്റെ വൈഫാണ്. അവരും ഈ കൾട്ട് ഗ്രൂപ്പിലെ ആളാണ്. പിന്നെ അവർ ഈ നാടകങ്ങളൊക്കെ എന്തിനാണ് കാണിച്ചെന്ന് ചോദിച്ചാല് അത് ഈ മാക്സിനെ ഭയന്നിട്ടോ അവൻ ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചാലോ എന്ന് കരുതിയിട്ടൊന്നുമല്ല. അതെല്ലാം അവർക്കൊരു തമാശയാണ്. അവനെ കൊല്ലുന്നത് വരെ എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് വേണ്ടേ, അത്രേ ഉള്ളൂ. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനില് നമ്മുടെ മാക്സ് കണ്ണു തുറക്കുന്നത് ഡോക്ടറിന്റെ ഓപ്പറേറ്റിംഗ് റൂമിലാണ്. അവന് ചുറ്റുമായിട്ട് ആ കൾട്ട് ഗ്രൂപ്പിലെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവരെന്തോ വീടായിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യത്തില് തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മാക്സിന് പിടുത്തമില്ല. ഇപ്പോ ആ സൈക്കോ ഡോക്ടർ നായകനോട് പറയും, ഞങ്ങള് നിന്റെ യൗവനം അത് ഊറ്റിയെടുക്കാൻ പോവുക. നിന്റെ കണ്ണിന് പിറകിലായി ചെറിയൊരു ഗ്ലാൻഡ് ഉണ്ട്,
അതായത് നെക്ടർ. ഞങ്ങൾ ആ അമൃതം എടുക്കാൻ പോവുക. ഇങ്ങനെ ചെറുപ്പക്കാരിൽ നിന്നും അമൃത് ഊറ്റിയെടുത്തിട്ടാണ് ഈ കൾട്ട് ഗ്രൂപ്പ് ഒരേ പ്രായത്തിലിരിക്കുന്നത്. അപ്പോ നിങ്ങൾ വിചാരിക്കും ഇവർക്കൊക്കെ അത്യാവശ്യം പ്രായമുണ്ടല്ലോ, കാരണം അവർ ഈ സാത്താനെ ആരാധിക്കാൻ തുടങ്ങി ഈ ഒരു അമൃത് കണ്ടെത്തുമ്പോഴേക്കും ഒത്തിരി പ്രായമായി പോയി. ഇപ്പോ ഇവർക്ക് എല്ലാവർക്കും തന്നെ 10, 300, 150, 130, 112 വയസ്സ് പ്രായമുണ്ട്. കാണുമ്പോ കുറച്ച് പ്രായം തോന്നെങ്കിലും അവര് ചെറുപ്പക്കാരെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും. ഇതൊക്കെ കേട്ട് മാക്സ് പേടിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർ സാബിയൻ മാക്സിന്റെ കണ്ണിൽ നിന്ന് അമൃത് ഊറ്റിയെടുക്കുന്നു. അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പിന്നീട് അടുത്ത സീനില് മാക്സ് 4th ഫ്ലോറിലാണ് വീൽ ചെയറിൽ തളർന്നിരിക്കുക. അവനും പതിയെ പതിയെ ഇനി ലൂക്കിനെ പോലെ തന്നെ ഒത്തിരി പ്രായമാവും. അവനെ കൊണ്ടിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ പാതി മയക്കത്തില് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോ മാക്സിന്റെ സഹോദരനില്ലേ ലൂക്ക്, പുള്ളിക്കാരൻ എങ്ങനെയൊക്കെയോ വീൽ ചെയറിന്റെ കമ്പിയൊക്കെ പൊട്ടിച്ചെടുത്ത് അവിടെ വീൽ ചെയറിലിരിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണിലേക്ക് കുത്തി അവരുടെ നെക്ടർ അമൃത് ശേഖരിക്കുക. അവസാനം ലൂക്കും തന്റെ കണ്ണിൽ നിന്ന് അമൃത് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അത് മാക്സിനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും മാക്സിനെ രക്ഷപ്പെടുത്താനായിട്ട്. ഇത്ര നേരം ആ വീൽ ചെയറിൽ തളർന്ന് അനങ്ങാൻ വയ്യാതിരുന്ന മാക്സിന് അവന്റെ സ്ട്രെങ്ത് ഇപ്പൊ തിരികെ കിട്ടി. മറുവശത്ത് പുറത്ത് നല്ല ശക്തിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുക. നല്ല ശക്തിയായ കൊടുങ്കാറ്റും മഴയാണ്. ഒരല്പസമയം കഴിഞ്ഞ് ആ ഹെഡ് നഴ്സിലെ ജൂൺ അവര് നായകനെ നോക്കാനായിട്ട് ആ മുറിയിലേക്ക് വന്നു. എന്നാ മുറിയിലുണ്ടായിരുന്ന കാഴ്ച കണ്ട് ജൂൺ ആകെ ഞെട്ടിപ്പോയി. അവിടെയുള്ള പ്രായമായ ആളുകളൊക്കെ കണ്ണിൽ നിന്ന് ബ്ലഡ് വന്ന് ബോധമില്ലാതെ താഴെ കിടക്കുന്നു. കൂട്ടത്തിലെ കെട്ടിയിട്ടിരുന്ന മാക്സിനെ കാണുന്നില്ല. ജൂൺ അത് കണ്ട് ഇനി എന്താ ചെയ്യണമെന്നറിയാതെ ഞെട്ടി നിൽക്കുമ്പോ പെട്ടെന്ന് മറഞ്ഞിരുന്ന മാക്സ് ആ സ്ത്രീയെ ആക്രമിക്കുകയാണ്. അത് കണ്ട് അവൻ ചേട്ടൻ താഴെ കിടന്ന് ചിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നായകൻ കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്ത് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. അവിടെയുള്ള എല്ലാത്തിനെയും ഓരോരുത്തരെയായിട്ട് അതിക്രൂരമായിട്ട് തന്നെ കൊലപ്പെടുത്തുവാണ്. അത്രയും വയലൻസ് ആണ്. എനിക്ക് ഈ സീനൊന്നും തന്നെ കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ അടി ബഹളമൊക്കെ കണ്ട് ലൂ മുത്തശ്ശനില്ലേ, അങ്ങേരെ നേരെ ചെന്ന് ഒരു അലമാരയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. മാക്സ് വിട്ടില്ല. പുള്ളിക്കാരനെ കൈയോടെ തന്നെ പിടികൂടി. അപ്പോഴേക്കും ഡോക്ടർ സാബിയൻ തോക്കായിട്ട് നായകനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വെടി മൊത്തം കൊള്ളുന്നത് ലൂ മുത്തശ്ശനാണ്. അങ്ങനെ തന്നെ മാക്സ് നേരെ ചെന്ന് ഡോക്ടറിന്റെ കൈ അങ്ങ് ഒടിച്ച് പറിച്ചു കളഞ്ഞു. ഈ കൈ കൊണ്ടല്ലേ അവന്റെ ചേട്ടനെയും അതുപോലെ മറ്റുള്ളവരെയൊക്കെ കൊന്നോണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടുനിന്ന മാക്സിന്റെ പേരൻസിന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അവര് രണ്ടുപേരും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടി. പുറത്ത് ശക്തിയായിട്ട് കാറ്റും മഴയാണ്. അങ്ങനെ തന്നെ ആ ബിൽഡിങ്ങിന്റെ റൂഫ് പറന്നു വന്ന് ഡാഡിയുടെയും മമ്മിയുടെയും ദേഹത്തേക്ക് വീണു. അങ്ങനെ അതും കഴിഞ്ഞു. ഇത്രയും വർഷം അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുന്നു എന്ന് പറഞ്ഞ് മരണമില്ലാത്ത ജീവിതത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളെ യൂസ് ചെയ്യായിരുന്നു. ഒരു 10-34 വയസ്സുള്ള ആളുകളാണ് ഇപ്പോ ആ വീൽ ചെയറിൽ മരണം കാത്തിരിക്കുന്നത്. ഇപ്പോ മാക്സ് ആണെങ്കിൽ ലൂ മുത്തശ്ശന്റെ കണ്ണ് തുറന്നു നോക്കിയിട്ട് പറയും, നിങ്ങൾ എടുത്തതെല്ലാം തന്നെ ഞാൻ തിരിച്ചെടുക്കാൻ പോവാ. ഐ എം ടേക്കിംഗ് ഇറ്റ് ഓൾ ബാക്ക്. മാക്സ് ആ കൾട്ട് ഗ്രൂപ്പിലെ എല്ലാവരുടെ കണ്ണിൽ നിന്നും അമൃത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതവന്റെ സഹോദരനും മറ്റുള്ളവർക്കും കൊടുക്കുന്നു. അങ്ങനെ അവസാനം നായകൻ അവന്റെ സഹോദരനെയും ആ 4th ഫ്ലോറിലുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നു. എന്തായാലും അവർക്ക് അവരുടെ പ്രായം തിരികെ കിട്ടില്ല. ഈ ഒരു സീനോടെയാണ് ദ ഹോം എന്ന ഈ ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്